മാതൃഭൂമിയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നടപ്പിലാക്കിയ എന്റെ വീട് പദ്ധതിയിൽ 1000 വീടുകളാണ് സംസ്ഥാനത്തെ ഭവനരഹിതർക്ക് നൽകുന്നത്. ഇതിനോടൊപ്പമാണ് ലൈഫ് പദ്ധതിയിൽ പൂർത്തിയാകാതെ കിടക്കുന്ന 2000 വീടുകളുടെ തുടർ നിർമ്മാണവും ഏറ്റെടുത്തത്. ഭവനരഹിതരില്ലാത്ത കേരളം സൃഷ്ടിക്കാനുള്ള കൂട്ടായ പരിശ്രമമാണ് എന്റെ വീട്. മാതൃഭൂമിയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് വളരെ ബൃഹത്തായ ഒരു ഭവന പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ മാതൃഭൂമിയോട് സഹകരിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് ഭവന പദ്ധതിയോടും സഹകരിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞാനിവിടെ സന്തോഷത്തോടെ കൃതജ്ഞതയോടെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് നിന്നാൽ സമൂഹത്തിൽ നന്മ ചെയ്യാമെന്നതിൻ്റെ ഉദാഹരണമാണ് എൻ്റെ വീട് പദ്ധതിയുടെ വിജയം. നമ്മളിവിടുത്തെ നാട്ടുകാരാവട്ടെ, നമ്മൾ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ആവട്ടെ, മാതൃഭൂമി ആവട്ടെ, എല്ലാവരും ഒന്നിച്ച് വന്നിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത്. ഇത്ര ആൾക്കാർ ഒരുമിച്ച് വന്നിട്ട് ആൾക്കാരുടെ സ്വപ്നം ട്രൂ ആക്കാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. 1000 വീടുകളാണ് പദ്ധതിയുടെ ലക്ഷ്യമിട്ടത്. എന്റെ വീട് പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ 1000 വീടുകൾ കൂടി വെച്ച് നൽകുമെന്ന് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ. ഗവൺമെൻറ് തന്നെ ഫോക്കസ് ഏരിയയിലുള്ള ഒരു പ്രോജക്റ്റിൽ എന്തെങ്കിലും തരത്തിൽ ചെറുതായിട്ടെങ്കിലും ഒരു സംഭാവന കൊടുക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യം നൽകുന്ന കാര്യമായിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് മാതൃഭൂമിയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും കൂടെ സംയുക്തമായിട്ട് ഇങ്ങനെ എൻ്റെ വീട് എന്ന ഭവന പദ്ധതിക്ക് രൂപം കൊടുത്തത്. എൻ്റെ വീട് പദ്ധതിയിൽ തിരുവനന്തപുരം ജില്ലയിൽ 80 വീടുകളാണ് പൂർത്തിയായത്. സംസ്ഥാനത്ത് 800 വീടുകളുടെ താക്കോൽദാനം ഇതിനോടകം നടന്നു കഴിഞ്ഞു. 200 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഒരുപാട് കാലത്ത് സന്തോഷമാണ് നമുക്ക് നല്ലൊരു വീട്ടിൽ കിടക്കണമെന്ന്. ഇപ്പം നല്ലൊരു വീട് തന്നതിനും പിന്നെ ന്യൂ ഇയർ 1-ാം തീയതി പാല് വെച്ച് കഴിഞ്ഞ് നമ്മൾ താമസം തുടങ്ങി. ഇതുപോലെ വീടില്ലാത്തവർക്ക് ഇനി നിങ്ങൾ സഹായിക്കണം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.